എൻ്റെ അമ്മ കണ്ടീഷൻ ഇട്ടു, നിങ്ങൾ ചക്കയും ശർക്കരയും ചെയ്ത് തന്നാൽ മാത്രം ഞാൻ ഉണ്ടാക്കി ചക്കപ്പം ഉണ്ടാക്കി തരാം. ഇത് നല്ല നമ്മൾ കുഞ്ഞു പീസാക്കി മിക്സിയിൽ നല്ല ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പേസ്റ്റ്. ഇതാരോടെയാണ് നിങ്ങളിത് ആരോടെയാണ് അതൊക്കെ പറയുന്നത്? അച്ഛൻ ഇട്ട് കാണിച്ചു കൊടുക്കണം കേട്ടാ. ഈ പറയണം അടുത്ത വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കമ്മിങ്. അത് നിങ്ങൾ ജസ്റ്റ് വെയിറ്റ്. യെസ്, അടുത്ത ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം വൈകിട്ട് ഞങ്ങളിങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കറക്റ്റായിട്ട് ചൂടെടുത്ത് അത് പറഞ്ഞുകൊണ്ടിരിക്കുക, ചൂടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാത്തു അളിയനും അഞ്ജലി എന്ന് വന്നപ്പോൾ നമുക്ക് നല്ല എന്തോ ചക്ക, പഴുത്ത ചക്ക, ചെമ്പരത്തി ചക്ക ഫുഡ് അവിടെ നിന്ന് ചെമ്പരത്തി എന്ന് പറഞ്ഞ എന്തൊരു ചക്ക കൊണ്ടുവന്നു. അപ്പം നല്ല മധുരമുള്ള ചക്ക. അപ്പം കാത്തു ഇന്നലെ തൊട്ടേ അത് ചക്കയപ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എൻ്റെ അമ്മ കണ്ടീഷൻ ഇട്ടു, നിങ്ങൾ ചക്കയും ശർക്കരയും ചെയ്ത് തന്നാൽ മാത്രം ഞാൻ ഉണ്ടാക്കി ചക്കയപ്പം ഉണ്ടാക്കി തരാം. അപ്പം ഇന്ന് ചെറിയൊരു വ്ളോഗ്, ഒരു ചക്കയപ്പം ഉണ്ടാക്കുന്ന വ്ളോഗ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാനത് ഉണ്ടാക്കുന്നത് കഴിഞ്ഞിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു വ്ളോഗ്. അപ്പം കാണാം. വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുന്ന നന്ദു. തീരെ പരിചയമില്ലാത്തൊരു കുറേ നാൾക്ക് ശേഷം നന്ദു ഇന്ന് കുളിച്ച്. അതിൻ്റെ ഫലമായി ഇന്ന് നന്ദു വിളക്ക് കത്തി. എത്ര നാളായി ഞാൻ വിളക്ക് കത്തിച്ചിട്ടാണ് കുളിച്ചിട്ടാണെന്ന് പറയുന്നത്. നമുക്ക് ശിവരാത്രിക്ക് കിട്ടിയ രുദ്രാക്ഷമാലയാണ്. എന്തോ പൂജയൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ട് വയ്ക്കുന്നത്, നമ്മൾ ഇതിൽ ജപിക്കുന്നതും ഭയങ്കര നല്ലതാണെന്നാ പറയുന്നത്. ഞാൻ ചെയ്യാറില്ല, ഞാൻ ഒന്നോ രണ്ടോ തവണ ചെയ്തിട്ടുണ്ട്. ഇരുന്ന് ജപിക്കുക നല്ലതാണ്, നമ്മുടെ കോൺസെൻട്രേഷൻ, ഒരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ. ഇതാണ് ചക്കയപ്പം ഉണ്ടാക്കേണ്ട ചക്ക. ഇത് നല്ല നമ്മൾ കുഞ്ഞു പീസാക്കി മിക്സിയിൽ നല്ല ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിലുള്ള. നമ്മൾ അല്ലാതെ കഴിച്ചു നല്ല മധുരമായിരുന്നു ചക്ക. ശർക്കര ഗർഭിണികൾ ശർക്കര മൊത്തം അരിയണം, ഒരു ഇതുപോലും പാടില്ല. ഇതൊന്ന് അരിപ്പൊടി അമ്മ, അരിപ്പൊടി ഇതിൽ ആദ്യം ഇട്ട് എന്തുവാ വെള്ള കളറില് പച്ചരിപ്പൊടി, ആദ്യം പച്ചരി പിന്നെ അരിപ്പൊടി, തേങ്ങ, ഏലക്കായിട്ടില്ല, പിന്നെ ഗോതമ്പ് ഒരു കുറച്ച്, പച്ചരി, അരിപ്പൊടി, ഗോതമ്പ്, പച്ചരിപ്പൊടി, പറ പച്ചരിപ്പൊടി, ചാകരിപ്പൊടി, ഗോതമ്പ് പൊടി, പിന്നെ തേങ്ങ, നെയ്യ് ഇടും അമ്മ. നെയ്യിട്ട് നല്ലതായിരിക്കില്ലേ? വേണ്ടേ? ഷെഫായ ബിന്ദു പറയുന്നു നെയ്യ് വേണ്ട. നിങ്ങളിത് ആരോടെയാണ് അതൊക്കെ പറയുന്നത്? അച്ഛൻ ഇട്ട് കാണിച്ചു കൊടുക്കണം കേട്ടാ. ഈ പറയണം. ഇനി അടുത്ത് ഈ ഇലയുടെ പേരെന്താന്ന് വെച്ചാൽ ഈ പൊരിയണി ഇലയിലാണ് നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത്, ചക്കയപ്പം ഉണ്ടാക്കുന്നത്. രാഹുലിന്റെ വീട്ടിലൊക്കെ അഞ്ചലൊക്കെ വാഴ ഇലയിലും ഉണ്ടാക്കും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇല ഏതാണ്? നമുക്കിവിടെ വാഴ ഇല അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഈ ഇല. അടുത്ത് ഏലക്ക പൊടി, കുരുമുളക് 1-2 തരുന്ന. അയ്യേ കുരുമുളക് നമ്മൾ ഈ ഇടയ്ക്ക് കഴിച്ച അലുവയിൽ ഇച്ചിരി എരിയുണ്ടായിരുന്നു കുരുമുളക്. ഇത് അച്ചാർ ഇടുമ്പം കുറച്ചും പഞ്ചസാര ഇടുന്നത് പോലെ ചക്കയപ്പത്തിൽ കുറച്ച് കുരുമുളക് തല്ലി ഇങ്ങനെ ചതച്ചത് അതാണ് വേണ്ടത്. നമ്മൾ രണ്ടും ടേസ്റ്ററാണ്. പിന്നെ അറിയാം
എനിക്ക് ഇൻഗ്രീഡിയൻസ് അറിയാം, പക്ഷെ ഈ പറഞ്ഞ 3 പൊടിയൊന്നും എൻ്റെ വിചാരം ഒരു അരിപ്പൊടി മാത്രം എന്നാണ് ആയിരുന്നു എൻ്റെ വിചാരം. ഇതിപ്പം 3 പൊടി ഇട്ടില്ലേ. ചക്കയപ്പം, ചക്ക ഇടുന്നു, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചക്കയപ്പത്തിൻ്റെ. ചക്ക ഇല്ലാതെ ചക്കയപ്പം ഇമ്പോസിബിൾ. കുരുമുളക് ഇട്ടത് പറഞ്ഞാൽ കുരുമുളക് കുറച്ചിങ്ങനെ ചതച്ചൊന്നുമില്ല, പൊടിച്ചൊന്നുമില്ല, റോ ആയിട്ട് തന്നെ അങ്ങ് ഇട്ടു. കാരണം ഗ്യാസ്, ചിലവർക്ക് ചക്ക കഴിക്കുമ്പോൾ ഗ്യാസ് കയറുന്ന ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ. നന്ദുവിന് ഇപ്പോൾ ഒട്ടും ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഇല്ലാത്തത് കൊണ്ടും നമ്മൾ കുരുമുളകിലോട്ട് പോയി. 3ാമത്തെ റൗണ്ട് ചക്ക ഇടുകയാണ്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്. ചിലപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി അനുസരിച്ച് മാവ് വേണമെങ്കിൽ കുറച്ചുകൂടെ മാവ് ആഡ് ഓൺ ചെയ്യും. അപ്പൊ അവര് പറയും, അയ്യേ ഇങ്ങനെയാണോ ചക്കയപ്പം ഉണ്ടാക്കുന്നത്? ഗായ്സ്, ഇത്രയും നേരം ഞാൻ കുറേയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ ഒന്നും റെക്കോർഡായില്ല. ഗായ്സ്, നമ്മളവിടെ ഇല ഭയങ്കര കമ്മിയാണ് ഗായ്സ്. അതുകൊണ്ട് ഇലയുടെ പകുതി സൈഡും കീറിപ്പോയി. അതുകൊണ്ട് അമ്മ വേറൊരു ഇല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് സ്ഥലം കുറച്ച് കുറവായതുകൊണ്ട് ഞങ്ങളവിടെ മരങ്ങളൊന്നുമില്ല. തെങ്ങ്, പ്ലാവ്, വാഴ ഇങ്ങനത്തെ മരങ്ങളൊന്നും ഇല്ല നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പാടാണ് ഗൈസ്. നന്ദുവിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു എന്തുപടിയുള്ള വിള. നമ്മൾ അഞ്ചലു വിളയെ പറയുന്നത് അയ്യം എന്നാണ്. ഇവിടെ പറയും അയ്യത്ത്. ഇവിടെ നമ്മളിവിടെ വടക്കുവശം അങ്ങനെ വിള എന്നൊക്കെ പറയണം. അവിടെ പറയണ അയ്യം. നമ്മളിവിടെ എന്തെങ്കിലും നാണക്കേടിനാണ് അയ്യേ എന്നൊക്കെ അങ്ങനെയൊക്കെ. അവിടെ അയ്യം. പിന്നെ നമ്മളിവിടെ എന്തോ നമ്മൾ വെട്ടുകത്തി എന്നല്ലേ പറയുന്നത്, അവര് പറയുന്നത് കൊടുവാള്. പിന്നെ നമ്മളിവിടെ കുട്ടയ്ക്ക് കൊണ്ട ഭാര്യമാരെ ചീത്ത പറയണതും ഡിഫറെന്റ് ആണ്. രാഹുൽ കാത്തൂനെ അവൻ പറയുന്നത് എന്തുവാ, എന്തൊക്കെയോ പറയും കേട്ടോ. പിന്നെ എന്തുവാ, നമ്മള് കൈലി, നമ്മളിവിടെ പേശ പറയുമ്പോ അവരവിടെ പറയണ കൈലി. പിന്നെ നമ്മളിവിടെ 7ാം മാസ ചടങ്ങ് അവിടെ വയറ്റു പൊങ്കാല. പിന്നെ നമ്മൾ മരണത്തിന് പോകുന്നതിന് അവര് പറയുന്നത് എന്തോന്ന്, ചാക്കാലയ്ക്ക് പോയി. അങ്ങനെയൊക്കെ കുറേ വ്യത്യാസമുണ്ട് വാക്കിന്. അങ്ങനെ രാഹുലിൻ്റെ അവിടെ കുറച്ച് അയ്യൊക്കെ ഉണ്ട് ഗൈസ്. വാഴയില വെച്ചിട്ട്, അവിടെ വാഴയില ഉള്ളതുകൊണ്ട് അങ്ങനെ വ്യത്യാസമുണ്ട്. അവിടുത്തെ ഫുഡ് രീതി ഭയങ്കര ഡിഫറെന്റ് ആണ്. ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തുകയാണ്. ഇനി മാവ് കുറച്ചേ ഉള്ളൂ. അമ്മ പരത്തുന്നു, നന്ദു അവിടെ വാഴയില വാട്ടുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നു, അച്ചാമ്മ ഇതൊക്കെ നോക്കിയിരിക്കുന്നു. മറ്റേ ഇല തീർന്നത് കൊണ്ട് നമ്മൾ വാഴയിലോട്ട്. അച്ചാമ്മ ഈ ഇല തീർന്നപ്പോൾ അപ്പുറത്തുനിന്ന് പോയി വാഴയില എടുത്തുകൊണ്ട് വന്നു. അതിൽ നിന്ന് ചക്കയപ്പം. നമുക്കപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാം, വാഴയിലയുടെ ചക്കയപ്പമാണോ നല്ലത്. ഈ ഇലയുടെ പേരെന്താ അച്ചാമ്മ? ഈ ഇലയിലെ ഈ ഇലയും വാഴയിലയാണോ സൂപ്പർ എന്ന് നോക്കാം. പൊരിയണി ഇല. ഇതാണ് നമ്മുടെ അച്ചാമ്മ ഗൈസ്, ദ ലേഡി സൂപ്പർ സ്റ്റാർ ഓഫ് ദി ഫാമിലി. അച്ചാമ്മയ്ക്ക് എന്നെ എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്. ഞാൻ വീഡിയോ ഓണാക്കി ഇരിക്കുന്നുണ്ട്, എന്നെ ഒന്നും പറയുന്നില്ല. അച്ചാമ്മയെ തന്നെ നിയന്ത്രിക്കുന്നു. അച്ചാമ്മ പറയുന്നത് പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ഇഡലി പാത്രത്തിൽ വെക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ അലിഞ്ഞു പോകുന്നാണ് പറയുന്നത്, ശർക്കരയും ചക്കയൊക്കെ കൂടെ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ഇഡലി പാത്രത്തിലോട്ട് ആക്കണം. നന്ദു ഇഡലി പാത്രം എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. ആ നന്ദുവിനെയും കാത്തു നിൽക്കുന്ന നമ്മൾ. നന്ദു ഇപ്പൊ തന്നെ വരും എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും.
പക്ഷെ നന്ദു ആനയിക്കുന്നില്ല. അവിടെ എന്തോ ഒരു തടസ്സം നന്ദു നേരിടുകയാണ്. നന്ദു വന്നാലും നന്ദു അവസാനം എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. അച്ഛാമ്മ അതിനെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസ് പറയുവാണ്. വെള്ളം നിറയ്ക്കാനായി നന്ദു പോകുന്നു. നന്ദുവിന് തടസ്സമായ ചീനിച്ചട്ടി മാറ്റുന്നു. വെള്ളത്തിൽ മുങ്ങും. ഓക്കെ ഗൈസ്, അങ്ങനെ ഇത് കുക്കറില്ലല്ലോ, ഇതിന്റെ പേര് ഇഡ്ഡലി പാത്രം. മനസ്സിലായില്ലേ, നല്ല ആൾക്കാരാണ് അടുക്കളയിൽ നിൽക്കുന്നത്. തട്ടം ലാസ്റ്റ് തട്ട് മാത്രം വെച്ചു. ഇനി ഇല്ല, വെള്ളം തട്ടിയാ അറിയാല്ല തിളച്ച് കയറും. വെള്ളം തിളച്ച് മുകളിലോട്ട് കയറും. ഇനി നമ്മൾ ഓരോന്നായി നമ്മൾ ഇതിൽ വെക്കണം. 1 ഒരു കാര്യം വേണ്ട, ഈ വെള്ളം കയറുമെന്ന് കയറൂല. 4 ഇത്ര നിക്കുന്നു, കയറൂല. കുറച്ച് ഞാൻ എടുത്ത് 5 6 7 8 9 10 11 12 13 14 15 16 17 18 പടി പോലെ 18 ആയിട്ടുണ്ടേ. ഇത് ഏകദേശം എത്ര സമയം എടുക്കും അമ്മ? ഇപ്പൊ കുറച്ചു നേരം ഇതിങ്ങനെ വേവ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനും വേറൊരു ടേസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിനി വെന്തിട്ട് നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. ചൂടുണ്ടാ? നമ്മള് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമായി, എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കാത്തു മണം വരുന്നു ഗൈസ്. നിങ്ങൾക്ക് മണം അടിക്കില്ല, ഞങ്ങൾക്ക് അടിക്കുള്ളൂ. ഇതാണ് എൻ്റെ ഡിന്നർ. കാത്തു ഡയറ്റിലാണ്. ചൂടോടെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. ഫ്രിഡ്ജ് വെച്ച് കഴിക്കണം. ഫ്രിഡ്ജിൽ ഇപ്പൊ കറണ്ടില്ലല്ലോ. മധുരം കുറവാച്ചമ്മ. പക്ഷെ നമ്മള് മറ്റേ മാവ് നോക്കിയപ്പോ മധുരം ഉണ്ടായിരുന്നല്ലോ. രണ്ടാമത് മാവ് ഇട്ടിട്ടേ. രണ്ടാമത് മാവ് ഇട്ട്. രണ്ടാമത് മാവ് ഇട്ടപ്പോ മധുരം കുറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് സക്കയപ്പം. ചിലപ്പോ ചൂടോടെ കഴിക്കുന്നുണ്ടായിരിക്കും. കുറച്ച് തണുത്ത് കഴിയുമ്പോ തണുത്ത് കഴിക്കുമ്പോ ചിലപ്പോ മധുരം ഇപ്പൊ കഴിക്കുമ്പോ കുറച്ച് മധുരം കുറയും. ഓക്കെ, സോ ദാറ്റ് വാസ് അവർ ചക്കയപ്പം വ്ലോഗ്. കുഴപ്പമില്ല തോന്നുന്നു. ഇപ്പൊ എനിക്ക് സൈഡ് കഴിച്ച് സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. അടുത്ത വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കമ്മിങ്. അത് നിങ്ങൾ ജസ്റ്റ് വെയിറ്റ്. യെസ്, ശരിയാണ്, അടുത്തൊരു സ്പെഷ്യൽ വീഡിയോ. സ്പെഷ്യൽ വീഡിയോസ് ആണ്. ജസ്റ്റ് വെയിറ്റ്. ബൈ ബൈ. ബൈ. അല്ലാണ്ടുള്ള ചക്ക കിട്ടുമ്പോഴേ ചക്ക വറ്റില്ല. ചക്ക വറ്റില് നന്ദു ടേസ്റ്റ് ചെയ്യണം ഗൈസ്. പക്ഷെ ഇന്ന് അവിയൽ വെച്ച ചക്ക വറ്റലിനുള്ള വിളങ്ങില്ല. നമ്മള് മറ്റേ അരിപ്പൊടി ഇടുന്നതിന് മുമ്പ് കുറച്ചും കൂടെ മധുരം ഉണ്ടായിരുന്നു. ചക്കയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടി. ഇത് ചക്കയുടെ ടേസ്റ്റ് ഇത്തിരി കുറവാണ്. സൂപ്പർ ഒന്നുമില്ല ഗൈസ്, ചുമ്മാ പറയും.